സർ ഇന്നത്തെ തലമുറയായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഇപ്പോൾ സാറിനെ ഗൈഡ് ചെയ്യാനും അതേപോലെ ഉപദേശങ്ങൾ തരാനും ആ സമയത്ത് കുറേ ആളുകളുണ്ട്. ഇന്നത്തെ തലമുറയുടെ അടുത്ത് ഇങ്ങനൊരു ഉപദേശവും ഇങ്ങനൊരു ഗൈഡിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഏത് അറ്റം വരെ അത് സ്വീകരിക്കുകയും അല്ലെങ്കിൽ അതുമായി ആ ഒരു നിലപാടിൽ പോവുകയും ചെയ്യും. സാറിന്റെ ഒരു അഭിപ്രായത്തിൽ എന്താണത് തോന്നുന്നത്? അത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ഈ ഉപദേശിക്കുക എന്ന് പറയുന്നത് മുമ്പും ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ യൗവന കാലത്ത് ഉപദേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ല. അത് എല്ലാ കാലത്തും ഉള്ള ഒരു കാര്യമാണ്. ഈ അഡ്വൈസ് ചെയ്യുക എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്ക് ഗൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒന്ന് ശ്രമിച്ചൂടെ എന്ന് പറയുന്നതാണ് ഗൈഡ് ചെയ്യണ പരിപാടി എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വഴിക്ക് പോയാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും, നിങ്ങളുടെ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ എന്ന് പറയുന്നത്. മറ്റേതല്ല, നീ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയുന്നത് തന്നെയാണ് ഉപദേശം അല്ലെങ്കിൽ ശാസന എന്നൊക്കെ പറയുന്നത്. അത് ഈ ജനറേഷൻ അല്ലെങ്കിൽ ഏത് ജനറേഷനും അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമില്ല. ഇപ്പോൾ ഗൈഡ് ചെയ്യാനായിട്ട് ഈ ജനറേഷൻ ആണെങ്കിലും അവരതിന് കുഴപ്പമൊന്നും ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം പുതിയ ജനറേഷനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഭൂമിയിലേക്ക് മുളച്ചു വരുന്നവർ ഒന്നും അല്ലല്ലോ. കാരണം അതിന് പ്രത്യേകിച്ച് സിനിമയിലേക്ക് അങ്ങനെ ഒന്നും അവർക്ക് ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവർക്കും ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം. ആർക്കായാലും ഓപ്പർച്യൂണിറ്റി കിട്ടാതെ അവരെവിടെ എത്തില്ല. അതിന് ആരുടെയെങ്കിലൊക്കെ ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ ഹെൽപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, നേരെ കൊണ്ടുപോയി ഒരാളെ പരിചയപ്പെടുത്തി അങ്ങനത്തെ ഹെൽപ്പ് ആവണമെന്നില്ല. ഒരു പ്രോജക്റ്റ് തുടങ്ങാനായിട്ടൊരു നിമിത്തമാവുക എന്ന് പറയുന്നതാണ് ഒരു ഹെൽപ്പുമാണ്. ഇപ്പോൾ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കൂടെ കുറേ പേര് എൻ്റെ പടങ്ങളിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അസോസിയേറ്റ് ആയിട്ട്. അവർ പലരും മലയാളത്തിൽ മികച്ച സംവിധായകരായിട്ടുണ്ട്. ഇപ്പോൾ പിൽക്കാലത്ത് വലിയ സംവിധായകരായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അവർ എൻ്റെ അടുത്ത് വന്നു, എൻ്റെ അടുത്ത് വർക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുക അത് അവർക്ക് എൻ്റെ അടുത്ത് വരാൻ കിട്ടിയ അവരുടെ ഭാഗ്യമല്ല, അവരെൻ്റെ കൂടെ വന്നത് എൻ്റെ ഭാഗ്യമാണെന്നാണ് ഞാൻ പറയാം. കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് വരികയും അതൊരു നിമിത്തമാകുകയും ചെയ്തു. നമ്മൾ അതിലൂടെ അവർ മലയാളത്തിലേക്കൊരു എൻട്രി അവർക്ക് കിട്ടുകയും ഞാനൊന്നും ചെയ്തിട്ടില്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ നേരിട്ട് ഗൈഡ് ചെയ്തിട്ടില്ല, ഞാൻ ആരെയും ഗൈഡ് ചെയ്തിട്ടില്ല, നീ ഇന്നത് ചെയ്യണം അത് ചെയ്യണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവരെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. അവർക്ക് ആദ്യമായിട്ട് പടം കിട്ടിയത് എൻ്റെ സഹായത്തോടൊന്നുമില്ല. ഇപ്പോൾ ലാൽ ജോസിൻ്റെ കൂടെ വർക്ക് ചെയ്ത് മമ്മൂട്ടിയാണ് അദ്ദേഹത്തിന് ഡേറ്റ് കൊടുക്കുന്നത്, ആഷിഖ് കപൂർ മമ്മൂട്ടിയാണ് ഡേറ്റ് കൊടുക്കുന്നത്. ഇങ്ങനെ പലരും പല രീതിയിലാണ് അവരുടെ ആദ്യത്തെ പടങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതിലൊന്നും ഞാൻ എന്താ പറയുക ഗൈഡ് ചെയ്തിട്ടില്ല. പക്ഷെ അതിനൊരു കാരണമാകുന്നു, ഒരു നിമിത്തമാകുന്നു എന്നുള്ളതാണ് ഞാനിത് പറയണത്. പുതിയ തലമുറ അതും ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഈ പുതിയ തലമുറ അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ പുതിയ തലമുറ ഏറ്റവും വലിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പടത്തിൽ അസോസിയേറ്റ് ആയിട്ട് ഒരു ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡയറക്ടറോ അല്ലെങ്കിൽ അതിൻ്റെ ആക്ടറോ തന്നെയാണ് അയാൾക്ക് ഓഫർ ചെയ്യണം അടുത്ത പടം. അങ്ങനെ 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 വരികയാണ്. ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് കിട്ടാനായിട്ട് ഏത് തലമുറയിൽപ്പെട്ട ആൾക്കാർക്കും ഇങ്ങനെ ഒരു രീതി വേണം.